അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് പുതിയൊരു പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. പുതിയ പടം എന്ന് പറയുമ്പോൾ സൂര്യയുടെ ഈ വർഷത്തെ രണ്ടാമത്തെ റിലീസ് വിശ്വനാഥ് ആൻഡ് സൺസ്. അടുത്ത ആഴ്ചയല്ലേ? അതെ, 14-ാം തീയതി അടുത്ത ആഴ്ചയാണ് റിലീസ്. സോ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം. ഇതിൻ്റെ ടീസർ നമ്മൾ റിയാക്ട് ചെയ്തായിരുന്നു അല്ലേ? ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ട്രെയിലർ വന്നിട്ടുണ്ട്. വലിയ അനക്കങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ട്രെയിലർ കണ്ടില്ല, നമ്മൾ കാണാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഒരു കട്ട സൂര്യ ഫാൻ നമ്മളുടെ കൂടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഓഫ് സ്ക്രീനിൽ ഇരുന്ന് ഈ ട്രെയിലർ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിലർ കണ്ടു. சஞ்சய் விஸ்வநாத் தானே? சஞ்சய் விஸ்வநாத் நமக்கு கௌரவமா இருக்கணும், கர்வமா இருக்கக்கூடாது. அவருக்கு போன் மேரோ டிரான்ஸ்பிளான்ட் பண்ணியானோ? அந்த பிஞ்சு உடம்புல ஃப்ளோப்ரி ஆபரேஷன் யாராவது டோனர் கண்டுபிடிக்கலாமே. we can pay. சான் பிரான்சிஸ்கோல எனக்கு ஒரு ஃப்ரெண்ட் இருக்கா. ஒரு தடவை மீட் பண்ணு. போய் சென்றாலும் ബംഗ്ലാനാണ് പ്രൊഡക്ഷൻ ഡിസൈൻ. അത് മിസ്റ്റർ ഈ ക്യാമറ ആയതുകൊണ്ടാണ് അല്ലേ? சொந்தக்கார பொண்ணு. மதர் சைடா ஃபாதர் சைடா? பேபி சைடு. பார்க்க அப்படியே வந்த மாதிரி இருக்கா. உன் சீடு ரொம்ப ஸ்ட்ராங்கா. stay with you. இதுவரைக்கும் I've never been someone's responsibility. I saw you. உங்க பையனை பத்தி நினைச்சாலே கூஸ் பம்ப்ஸ் வரும் தெரியுமா? திருட்டுத்தனமா அன்பு காட்டுவார். அது எனக்கு வேணும்னு தோணுச்சு. மனிதன் உணர்ந்து கொள்ள இது மனிதன் காதல் அல்ல. ரொம்ப ஒட்டாதன்னு சொன்னேன். இப்ப பாரு எவ்வளவு கஷ்டமா இருக்குன்னு. என்ன? ஹாலிடேஸ் ஓவர் மேடி. But I love you. Hey. ആ മാസൊക്കെ ഉണ്ട് കേട്ടോ. Hi. நீ மிஸ் பண்ணுங்க. உங்க அப்பா என்ன மிஸ் பண்ணுவாரா? மனுஷங்க பிரியறது சண்டை போடுறதுனால இல்லைங்க, சண்டைக்கு அப்புறமா எப்படி பேசுறதுன்னு தெரியாததுனால தான். Delete it. I want you to move on. രവിനണ്ടൻ ஜெயிக்கிற வரைக்கும் நிற்க கூடாது. ஜெயிச்சதுக்கு அப்புறம் அதை பத்தி பேசிட்டு இருக்க கூடாது. நாங்க 4 பேர் ഒരു വാരിസ് വൈബ് അല്ലേ? See this? இது பென்ஸ் 540k. Corvette, Porsche, that's the future. DeLorean. இப்ப எதுக்கு சந்திரமுகி ஜோதிகா மாதிரி பிஹேவ் பண்ற? അത് അങ്ങനെയൊക്കെ ഒഫൻഡഡ് ആവുന്ന ഡയലോഗ് അങ്ങനെയൊക്കെ പറഞ്ഞു. ജ്യോതിക കലിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു. அப்படி ஒரு கனெக்ஷன் இருக்கு. മൊത്തത്തിൽ ഇത് കാണുമ്പോഴേ എനിക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ഈ വാരിസിനെ വൈബ് എന്ന കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെലുങ്ക് ഡയറക്ടേഴ്സ് അല്ല തെലുങ്ക് പടങ്ങൾ ഒരുപാട് ഈ അവരുടെ ഒരു വലിയ വീട് അത് തെലുങ്ക് പടങ്ങളുടെ ഒരു സ്ഥിരം ഫോർമാറ്റാണ്. ഈ ത്രിവിക്രം അതെ ത്രിവിക്രമത്തിൻ്റെ പടങ്ങളെല്ലാം ഈ ഒരു വീട്ടിലായിരിക്കും ഈ പടത്തിൻ്റെ മെജോറിറ്റി സംഭവം നടക്കുന്നത്. ഇത് അതിൻ്റെ പുറത്ത് പോയി കുറച്ച് അടിയൊക്കെ വെച്ചിട്ട് തിരിച്ചു വരും, ഈ വീട്ടിൽ പരിപാടി നടക്കുന്നത് അങ്ങനെ. അല വൈകുണ്ഠപുരം ഈ ത്രിവിക്രം ശ്രീനിവാസ് ഇറക്കിയിരിക്കുന്ന മിക്ക പടങ്ങളും അതാണ്. അതുപോലെ മറ്റേ പുള്ളി എന്നങ്ങനെ പേര് ഈ കഴിഞ്ഞ ദിവസം വരെ ചിരഞ്ജീവിയുടെ പടം ഇറങ്ങില്ല ഈ വർഷം, മന വരപ്രസാദകാരു ആ പടം. അതല്ല ഈ പറഞ്ഞ ഒരു വീടിനകത്ത് അനിൽപ്പൊടി. ഒരുപാട് തെലുങ്ക് പടങ്ങൾക്ക് ഒരു നീറ്റ് ഫാമിലി മറ്റേ ബോളിവുഡിലൊക്കെ വരുന്നില്ല, വീട് മൊത്തം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല പ്രൊഡക്ഷൻ ഡിസൈൻ, സിനിമോട്ടോഗ്രഫി, കളർ ഗ്രേഡിങ്, അങ്ങനത്തെ ഒരു ലൈനിലാണ് ഇവർ. അതെ അതാണ് മെയിൻ ഹൈലൈറ്റ്. അതായത് ഇത് കണ്ടിറങ്ങുന്നവന് ഇപ്പൊ ഈ മോശം പറയാനൊന്നുമില്ല, എല്ലാം നല്ലതായിരുന്നു. ഫാമിലിയായിട്ട് അതെ അത് തന്നെ ആ സാധനമായിരിക്കും. കുടുംബങ്ങൾ കൊണ്ടാടും വെട്രി ആ വൈബായിരിക്കും തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സൂര്യക്ക് ഇങ്ങനെയാണ് ഇപ്പം അടുപ്പിച്ച അധികം വൈകാതല്ല. ആക്ച്വലി സൂര്യ ഈ ടൈപ്പ് പടങ്ങളൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതായത് അപ്പോൾ ആ സോണിലേക്ക് ഈ മാസ് പരിപാടി കുറച്ച് കുറഞ്ഞിട്ടെ. നേരത്തെ ഒരുപാട് പടങ്ങളുണ്ടല്ലോ കേട്ടോ. ഇപ്പോൾ സിലിണ്ടർ കാതൽ പോലെ പുള്ളി ഇതിനു മുമ്പ് നേരത്തെ കുറച്ച് നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഫാമിലി ഓറിയന്റഡ് ഫിലിംസ്. അപ്പോൾ ആ ഇതിലേക്ക് ഒരു തിരിച്ചു പോകും. പക്ഷേ ഇതിനകത്ത് ആ സ്റ്റാർഡത്തിന്റെ എലമെന്റ് ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ട് രണ്ട് ഫൈറ്റ്. പക്ഷേ വെങ്കി അല്ലൂരുടെ മറ്റേ ഭാസ്കറിന് ശേഷമുള്ള പടമുണ്ടായി. ഞാനത് ആലോചിക്കുന്നത് രണ്ടും ഭയങ്കര രണ്ട് വൈബിൽ നിൽക്കുന്ന പടങ്ങൾ പോലെ.
അല്ല ഈ പടത്തിന് ആൾക്കാർക്ക് പ്രതീക്ഷയുള്ളത് മറ്റേ ഭാസ്കറിന്റെ ഇത് വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് അതും നിമിഷ രവി അല്ലായിരുന്നു. അതൊന്നും വിഷയമിച്ചത്. ആ സിനിമ കാണുമ്പോൾ കുറേ കൂടെ ഒരു അതിനകത്ത് കുറച്ച് പരിപാടി ഉണ്ടല്ലോ, അതും ഫുൾ സെറ്റിലായിരുന്നു. അങ്ങനെ വീടല്ലെങ്കിലും അത് ഫുൾ സെറ്റായിരുന്നു. ഏതാ ഇത് മൊത്തം അവരാ ടൗൺ സെറ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ബാങ്ക് വീട് എല്ലാം സെറ്റായിരുന്നു. പിന്നെ മമിതയുടെ കുറച്ചധികം ക്യൂട്ട്നെസ് മലയാളത്തിൽ ഇല്ല. അതെ, മമിത ഏത് നാട്ടുകാരിയാണ്? മമിതയുടെ ആലോചിക്കും. മമിതയ്ക്ക് 14-ാം തീയതി ഇത്, 21-ാം തീയതി ബദ്ലഹേം കുടുംബ യൂണിറ്റ് തിരക്ക് പിടിച്ച്. മമിത പറയും മുഖ്യമന്ത്രിയോടെ പോയി അഭിനയിക്കണം. അതെ, കഴിഞ്ഞ മാസം ജനനായകൻ, ഇവിടെ സൂര്യയുടെ പടം, അടുത്ത് നിവിൻ പോളിയുടെ പടം. മുഖ്യമന്ത്രി ആകാൻ നടക്കുന്ന ആളുടെ ഭരിക്കണം. അതാരെ? ധനുഷ്. നിങ്ങൾ ഇനി ഒരു റൂമറൊക്കെ പറഞ്ഞിറക്കാം. അല്ലല്ല, അത് ഒരു 3 പടമായിട്ട് ഞാൻ പറയുന്നല്ലേ. അതെ, പുള്ളി എത്ര പടമായിട്ട് പറഞ്ഞു. ഇഡലിക്കടയ്ക്ക് മുമ്പ് വരെ പുള്ളി പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഈ സാധനം. ഇഡലിക്കട എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇഡലിക്കടയുടെ കഥയാണ്, പക്ഷെ ലാസ്റ്റ് പുള്ളി ജനങ്ങളെ രക്ഷിക്കും. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ബേസിക്കലി ഈ രക്ഷകൻ സാധനം വെച്ചാലേ ഞാൻ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ആൾക്കാർ പക്ഷെ വിജയ പോലെ വർഷങ്ങൾ എടുത്തില്ല, പുള്ളി ഒരു 5 പടത്തിൽ തന്നെ. അതെ അതെ. അപ്പോൾ ഗൈസ്, ഈ പടം 14-ാം തീയതി റിലീസാണ്. നമ്മൾ കാണുന്നതായിരിക്കും. വൃത്തിയുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ കണ്ടിറങ്ങാം. പക്ഷേ വേറെ നമുക്ക് പ്രതീക്ഷകളൊന്നുമില്ല. നല്ലതായാൽ നല്ലത്. എനിക്ക് വന്ന് സൂര്യ ഫാൻസ് പോലും പ്രതീക്ഷയൊന്നുമില്ലെന്ന് തോന്നുന്നു. അതെ, സൂര്യ ഫാൻസിന് ഭയങ്കര വലിയൊരു ഒരു ഇവിടെ ഒരു സൂര്യ ഫാൻ ഇപ്പോൾ അവന് പ്രതീക്ഷയുണ്ട്, അവന് നല്ല പ്രതീക്ഷയാണ്. പാട്ടൊക്കെ ഉള്ളായിരുന്നു. സൂര്യക്ക് പ്രതീക്ഷയുള്ളവരവൻ. അപ്പോൾ ഗൈസ്, നമ്മൾ മറ്റൊരു പടത്തിൽ ട്രെയിനിലോട്ട് തിരിച്ചു വരുന്നതായിരിക്കും.